ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയതും അതോടൊപ്പം ആ കിഡ്നാപ്പറെ കണ്ടതും അർച്ചനയായതുകൊണ്ട് അർച്ചനയോട് നെല്ലിശ്ശേരിയിലെ ആളല്ലേ എന്നും ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഒന്ന് വിശദീകരിച്ച് പറയാമോ എന്നും പോലീസ് അന്വേഷിച്ചു. അർച്ചന നടന്ന സംഭവങ്ങളൊക്കെ അദ്ദേഹത്തോട് വിശദമായി അറിയിച്ചു. കിഡ്നാപ്പറുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയതടക്കമുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി പോലീസിന് മുന്നിൽ അർച്ചന വെളിപ്പെടുത്തി. എല്ലാം കേട്ടതിന് ശേഷം പോലീസ് പറഞ്ഞു, എന്തായാലും അർച്ചന ചെയ്ത് വലിയൊരു കാര്യം തന്നെയാണ്. അർച്ചനയുടെ അവസരോചിതമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് കുഞ്ഞിനെ രക്ഷിക്കാൻ സാധിച്ചത്. എന്തായാലും ഇവിടുത്തെ ഫുൾ CCTV ഫുട്ടേജും ഞങ്ങൾ ചെക്ക് ചെയ്യും. ഉടനെ തന്നെ ആ കിഡ്നാപ്പറെ കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. എന്നാ ശരി, ഇനിയും ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൃത്യമായും ഞങ്ങളെ ഇൻഫോം ചെയ്യണമെന്ന് പറഞ്ഞ് എന്തായാലും അർച്ചനയുടെ ഈ ഒരു പ്രവൃത്തി അതെന്തായാലും അഭിനന്ദനാർഹമാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അടുത്ത് നിന്ന് ഇന്ദു അർച്ചനെ നോക്കി പറഞ്ഞു, അർച്ചനയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്റെ മോളെ ആപത്തിൽ നിന്ന് രക്ഷിച്ചത് അർച്ചന മാത്രമാണ്. അതുകൊണ്ട് അർച്ചനയോട് ഞാനും എന്റെ മോളും എന്നും കടപ്പെട്ടവരായിരിക്കും എന്ന് പറഞ്ഞതും അർച്ചന പറഞ്ഞു, അയ്യോ ചേച്ചി എന്തൊക്കെയാ പറയുന്നത്? എന്റെ കുഞ്ഞിനത് സംഭവിച്ചെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുമായിരുന്നുള്ളൂ. ഇത് കുഞ്ഞുമോളും മറ്റുള്ളവരൊക്കെ തമ്മിൽ മറ്റു കുഞ്ഞുങ്ങളും തമ്മിൽ എനിക്ക് യാതൊരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് കുഞ്ഞിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു നന്ദി പ്രകടനത്തിന് ആവശ്യമില്ല. ഇനി അധിക സമയം കളയണ്ട, വേഗം പോയി വാക്സിൻ എടുത്തോളൂ, ആദ്യത്തെ വാക്സിൻ അല്ലേ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ഇന്ദുവിന്റെ കയ്യിലേക്ക് അർച്ചന നൽകുന്നു. അവർ കുഞ്ഞുമായി പോയി കഴിയുമ്പോൾ അർച്ചനയും സന്ദീപും ഐസിയുവിന് മുന്നിൽ കാത്തു നിന്നു. കുഞ്ഞിന്റെ വിവരം അറിയാനായി കാത്തു നിൽക്കുമ്പോഴേക്കും നേഴ്സ് ഇറങ്ങി വന്നിട്ട് അർച്ചനയോട് പറഞ്ഞു, കുഞ്ഞിനെ ഇപ്പൊ കൊണ്ടുപോകാൻ വരട്ടെ, കുഞ്ഞിനെ ഒന്ന് കാർഡിയാക് സർജനെ കൂടി ഒന്ന് കാണിക്കണം, അതിനുശേഷം കുഞ്ഞിനെ നൽകാം എന്നറിയിച്ചു. പിന്നീട് നെല്ലിശ്ശേരിയില് അവന്തിക വിവരങ്ങൾ അറിയാനായുള്ള ആകാംക്ഷയിൽ ഇരിക്കുമ്പോൾ അവന്തികയുടെ ഫോണിലേക്ക് കിഡ്നാപ്പറുടെ കോൾ വന്നു. കോളെടുത്തതും അവന്തി ചോദിച്ചു, എന്താ നമ്മൾ ആഗ്രഹിച്ച പോലെ, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാം നടന്നല്ലോ അല്ലേ എന്ന് ചോദിച്ചതും അയാൾ പറഞ്ഞു, മേഡം പറഞ്ഞതുപോലെയൊക്കെ തന്നെയാണ് ഞാൻ ചെയ്തത്. പക്ഷേ എന്ന് പറഞ്ഞതും പക്ഷേ എന്താ എന്ന് ആകാംക്ഷയോടെ അവന്തിക അന്വേഷിച്ചതും അർച്ചന കുഞ്ഞിനെ രക്ഷപ്പെടുത്തി തന്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോയ വിവരം അവന്തികയോട് വിഷമത്തോടെ കിഡ്നാപ്പർ അറിയിച്ചു. ആ അർച്ചനയാണ് മേഡം ഇവിടെയും നമുക്ക് ശത്രുവായി മാറിയത് എന്ന് പറഞ്ഞതും അവന്തിക ദേഷ്യത്തോടെ തന്റെ മൊബൈൽ ബെഡിലേക്ക് എറിയുന്നു. പിന്നീട് കാണുന്നത് അർച്ചനയും സന്ദീപും കുഞ്ഞിന്റെ വിവരം അറിയുവാനായി അങ്ങനെ കാത്തിരിക്കുമ്പോൾ ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്ന് അർച്ചനയോടും സന്ദീപിനോടുമായിട്ട് പറഞ്ഞു, കുഞ്ഞിനെ നിങ്ങൾക്ക് കൊണ്ടുപോകാം. കുഞ്ഞിന് കാർഡിയക് സർജനെ കാണിച്ചിരുന്നു. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങൾ പാനിക്കാകരുത്. പക്ഷേ എന്തായാലും നിങ്ങൾ അറിയാവുന്ന കാര്യം തന്നെയാണ്, കുഞ്ഞിന് ഹാർട്ടിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. നിങ്ങളുടെ കുഞ്ഞ് ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്. കുഞ്ഞിന്റെ ഹാർട്ടിൽ ഒരു തുള വീണിട്ടുണ്ട്. ആ തുള അടയ്ക്കാനായിട്ട് സാധിക്കുന്ന കാര്യമാണ്. ഒരു ഓപ്പറേഷനിലൂടെ മാത്രമേ അത് സാധിക്കൂ. കുഞ്ഞിന് ശ്വാസം എടുക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നതും കുഞ്ഞ് കരയുന്നതും ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ ആ ഒരു അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുഞ്ഞിനൊരു ഓപ്പറേഷൻ ചെയ്യാൻ കഴിയില്ല. 1 വയസ്സ് വരെ കുഞ്ഞിന് മെഡിസിൻ കൊടുക്കാനേ കഴിയൂ. അതിനുശേഷം മാത്രമേ ഓപ്പറേഷനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ 1 വയസ്സ് വരെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാനുള്ള ഒരു മെഡിസിൻ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് തരാം. പിന്നെ ഒരു കാര്യം അദ്ദേഹം നിങ്ങളോട് പറയാനായി ഓർമ്മിപ്പിക്കുകയും ചെയ്തു. വേറൊന്നുമല്ല, സാധാരണ കേസിൽ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മെഡിസിൻ കൊണ്ട് തന്നെ അത് സോൾവ് ആയി പോകുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇവിടെയും മെഡിസിൻ തന്നെ കണ്ടിന്യൂ ചെയ്താൽ ചിലപ്പോൾ ഭാഗ്യവും ഈശ്വരനും നിങ്ങളോട് കനിഞ്ഞാൽ അതോടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. അതുകൊണ്ട് എന്തായാലും കുഞ്ഞ് കൂടുതൽ കരയാതെ നോക്കണം. കുഞ്ഞ് കൂടുതൽ കരയുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഈ മെഡിസിൻ കുഞ്ഞിന് നൽകണം. അതിനുശേഷവും കുഞ്ഞിൽ കരച്ചിൽ നിർത്തിയില്ല എങ്കിൽ വേഗം തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. അത് കേട്ടതും ശരിയെന്ന് സന്ദീപ് അർച്ചനും തലകുലുക്കി. ഉടൻ തന്നെ ഡോക്ടർ പറഞ്ഞു, എന്നാ വരൂ, ക്യാബിനിലേക്ക് വന്നോളൂ, ഞാൻ മെഡിസിൻ എഴുതി തരാം എന്ന് പറഞ്ഞതും സന്ദീപും അർച്ചനയും ആകെ ടെൻഷനിലായി. സന്ദീപ് ആകെ വിഷമിച്ചങ്ങനെ നിൽക്കുമ്പോൾ അർച്ചന അരികിലേക്ക് എത്തിയതും സന്ദീപ് പറഞ്ഞു, ഏട്ടത്തി എനിക്കൊന്നും അറിയില്ല, ഇനിയിപ്പോ എന്താ ചെയ്യുക? ഈ കാര്യങ്ങളൊക്കെ ആതിരയോട് ഞാൻ എങ്ങനെ പറയും എന്ന് ചോദിച്ചപ്പോ അർച്ചന പറഞ്ഞു, സന്ദീപെ തൽക്കാലം ഈ വിവരം ആതിരയോടും മറ്റാരോടും പറയണ്ട. എന്തിനാ എല്ലാവരുടെയും മനസ്സ് വേദനിപ്പിക്കുകയും എല്ലാവരെയും ടെൻഷനാക്കുകയും ചെയ്യുന്നത്? അതുകൊണ്ട് തൽക്കാലം ഇത് ആതിരയും കൂടി അറിയിക്കാതിരുന്നാ മതി എന്ന് പറഞ്ഞപ്പോ സന്ദീപ് ചോദിച്ചു, അല്ലേടത്തി അങ്ങനെ കുഞ്ഞിന് പ്രോബ്ലം ഉണ്ടെന്നുള്ള വിവരം അവളെ അറിയിക്കാതിരുന്നാൽ കുഞ്ഞ് കരയുമ്പോ കുഞ്ഞിന് മെഡിസിൻ കൊടുക്കണ്ടേ? മുടങ്ങാതെ കുഞ്ഞിന് മെഡിസിൻ കൊടുക്കേണ്ടതല്ലേ? അപ്പൊ പിന്നെ ആതിര അറിയാതിരുന്നാൽ എങ്ങനെ ഏട്ടത്തി എന്ന് ചോദിച്ചതും
അർച്ചന പറഞ്ഞു, അത് സാരമില്ല, കുഞ്ഞിന് മെഡിസിൻ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് സന്ദീപ് ടെൻഷൻ ആവണ്ട, അത് ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളാം, ആരും അറിയാതെ ഞാൻ തന്നെ കുഞ്ഞിന് മെഡിസിൻ കൊടുത്തോളാം, അതോർത്ത് സന്ദീപ് ആശങ്കപ്പെടണ്ട എന്ന് പറഞ്ഞു. അത് കേട്ടതും സന്ദീപ് പറഞ്ഞു, ശരി എടുത്തി, എന്നാ എടുത്തി കുഞ്ഞുമായിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞതും കുഞ്ഞിനെ നേഴ്സ് കൊണ്ടുവന്ന് അർച്ചനയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. അർച്ചന കുഞ്ഞിനൊരു ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞു, മോള്, എന്റെ പൊന്നുമോള് സങ്കടപ്പെടണ്ട, വിഷമിക്കണ്ട, അമ്മയ്ക്ക് വേണ്ടി, അമ്മയ്ക്ക് പകരമായിട്ട് ഈ വല്യമ്മ ഉണ്ടാവും എന്റെ പൊന്നുമോൾക്കൊപ്പം എന്ന് അർച്ചന പറഞ്ഞ് കുഞ്ഞിനൊരു ഉമ്മ കൊടുത്തു. സന്ദീപ് വേഗം കണ്ണുനീരെല്ലാം തുടച്ചിട്ട് അർച്ചനോട് പറഞ്ഞു, എടുത്തി കുഞ്ഞിന്റെ മെഡിസിനും വാങ്ങിച്ച് വീട്ടിലേക്ക് പൊയ്ക്കോ കുഞ്ഞുമായിട്ട്, ഞാൻ കുഞ്ഞിന്റെ റിപ്പോർട്ടുകളൊക്കെ വാങ്ങി പിന്നാലെ എത്തിക്കോളാം. ശരി സന്ദീപേ, ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞ് അർച്ചന കുഞ്ഞുമായി അവിടുന്ന് പുറപ്പെട്ടു. അപ്പോഴാണ് നെല്ലിശ്ശേരിയിൽ അബോധാവസ്ഥയിലായിരുന്ന ആതിര മയക്കം തെളിയുന്നതിനായി തൊട്ടരികിൽ തന്നെ അവന്തിയെ കാത്തിരുന്നു. ഉറക്കമുണർന്ന ആതിര സന്ദീപിനെയും കുഞ്ഞിനെയും റൂമിലാകെ നോക്കി. ഉടനെ അവന്തിയെ പറഞ്ഞു, നീ നോക്കണ്ട, നീ അന്വേഷിക്കുന്നവരാരും ഇവിടെയില്ല. സന്ദീപും കുഞ്ഞുമായിട്ട് അർച്ചന ഹോസ്പിറ്റലിലേക്ക് പോയി. നീ ഇവിടെ ബോധം കെട്ട് കിടന്ന സമയത്ത് അർച്ചന കൃത്യമായി തന്നെ അവളുടെ അവസരം മുതലെടുത്തു. പിന്നെ നിനക്ക് ബോധക്കേടുണ്ടായതിനു ശേഷം നിന്നെ കാത്തിരിക്കാൻ ഞാൻ പറഞ്ഞതാണ്. നീയോട് ഉറങ്ങി ഉണരുന്നത് വരെ കാത്തിരിക്കാൻ പറഞ്ഞിട്ടും അർച്ചന അതിന് തയ്യാറായില്ല. ഉടൻ തന്നെ കുഞ്ഞിന് വാക്സിൻ എടുക്കണമെന്ന് പറഞ്ഞു നിർബന്ധപൂർവ്വം സന്ദീപിനെയും കൂട്ടിക്കൊണ്ടുപോയി. സന്ദീപ് ആണെങ്കിൽ ഒരു കിഴങ്ങനാണല്ലോ, അതുകൊണ്ട് അവൻ അവൾക്കൊപ്പം തുള്ളി. പിന്നെ അച്ഛനും അതിന് സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് നിന്നെ ഇവിടെ കിടത്തിയിട്ട് അവര് കുഞ്ഞുമായി പോയി. അവൾക്ക് കിട്ടുന്ന അവസരം അവൾ പാഴാക്കാതെ നോക്കുകയാണ്. അവളുടെ ആഗ്രഹം അത് തന്നെയാണല്ലോ, നിന്റെ കുഞ്ഞിനെ നിന്നിൽ നിന്ന് തട്ടിയെടുക്കുക എന്നുള്ളത്. ആ ഒരു ലക്ഷ്യത്തിലേക്ക് അവൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് ആതിരെ. ഇതെല്ലാം കേട്ടതും ആതിര ആകെ കലിയോടെ അങ്ങനെ ഇരിക്കുമ്പോ അവന്തിക പറഞ്ഞു, ഞാൻ പറഞ്ഞതാണ് നീ എഴുന്നേറ്റതിന് ശേഷം കുഞ്ഞുമായി പോയാൽ മതിയെന്ന്. പിന്നെ നിനക്ക് ബോധക്കേടുണ്ടായത് എങ്ങനെയാന്ന് അറിയാമോ? നിനക്ക് ഞാൻ കൊണ്ടുതന്ന പാല് കുടിച്ചിട്ട്. അത് കേട്ടതും ആതിര ആലോചിച്ചപ്പോ അത് ശരിയാണെന്ന് ആതിരയ്ക്ക് മനസ്സിലായി. അതിൽ പാലിൽ എന്തോ കലർത്തിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നീ ബോധം കെട്ട് പോയത്. ഞാൻ നിനക്ക് വേണ്ട പാലെടുത്ത് അവിടെ കിച്ചണിൽ വെച്ച സമയത്ത് എനിക്കൊരു ഫോൺ കോൾ വന്നു. ഫോണുമായിട്ട് ഞാൻ പുറത്തേക്ക് പോയി. അതിനുശേഷം ഞാൻ കിച്ചണിലേക്ക് മടങ്ങി വന്നപ്പോ അർച്ചന അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതാ കണ്ടത്. അർച്ചനയുടെ മുഖത്ത് ഒരു കള്ളലക്ഷണം അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതാണ്. പക്ഷേ നിന്നോട് ഇങ്ങനെ ഒരു ചതി അവൾ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. പാലിൽ എന്തോ അവൾ മനഃപൂർവ്വം കലർത്തിയിരുന്നു, അതുകൊണ്ടാണ് നീ ബോധം കെട്ട് വീണത്. പിന്നെ കുഞ്ഞുമായി അവൾക്ക് പോകാമല്ലോ. നീ ഇവിടെ ബോധം കെട്ട് കിടക്കുമ്പോ അവളുടെ ആഗ്രഹം പോലെ അവളതെല്ലാം സാധിച്ചെടുത്തു. അത് തന്നെ പാവം. എന്തായാലും നിന്റെ അവസ്ഥ കണ്ടപ്പോ എനിക്കാണ് വല്ലാത്ത സങ്കടം തോന്നിയത്. പിന്നെ ഒരു കാര്യം നീ മറക്കണ്ട, നിനക്ക് നിന്റെ കുഞ്ഞിനെ തട്ടിയെടുക്കാനായിട്ട് അവൾ പാലിൽ ഇപ്പോ ഉറക്കമരുന്ന് കലർത്തിയെങ്കിൽ നിന്റെ കുഞ്ഞിനെ എന്നേക്കുമായി നേടിയെടുക്കാൻ, നിന്നെ എന്നേക്കുമായി അവസാനിപ്പിക്കാൻ അവൾ ചിലപ്പോ വിഷം പോലും കലർത്തി നിനക്ക് തന്നിരിക്കും എന്ന് അർച്ചനയെ കുറിച്ച് അവന്തിക ആതിരയോട് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ സേതുമാധവൻ അകത്തേക്ക് എത്തി. ആഹാ, ആതിര എഴുന്നേറ്റോ? ഇപ്പൊ എല്ലാം ഓക്കെ ആയല്ലോ അല്ലെ? കുഞ്ഞുമായിട്ട് സന്ദീപും അർച്ചനയും കൂടി വാക്സിൻ എടുക്കാനായി പോയി എന്ന് പറഞ്ഞപ്പോ ആതിര ചോദിച്ചു, അതെന്താ ഞാൻ ഇനി എഴുന്നേക്കില്ലെന്ന് എല്ലാരും കരുതിയോ? അത് കേട്ടപ്പോഴേക്കും സേതുമാധവൻ ചോദിച്ചു, അതെന്താ ആതിരെ നീ എങ്ങനെ സംസാരിക്കുന്നത്? അല്ല, ഇവിടെ അവന്തികേടത്തിയും അനഘയും ഒക്കെ ഉണ്ടായിരുന്നല്ലോ, ഇവരെ ആരെയെങ്കിലും സന്ദീപിനോടൊപ്പം കുഞ്ഞിനെ വാക്സിൻ എടുക്കാനായിട്ട് പറഞ്ഞയച്ചൂടായിരുന്നോ? എനിക്കറിയാം എല്ലാവരും കൂടി എന്നെ ചതിക്കുക, എന്നെ പറ്റിക്കുക എന്ന് ആതിര പറഞ്ഞപ്പോ സേതുമാധവൻ ചോദിച്ചു, നീ എന്താ ആതിരയെ പറയുന്നത്? നിന്നെ ചതിക്കുകയാണെന്നോ? നിനക്ക് എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ നിന്റെ മനസ്സിലുണ്ട്, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അപ്പോഴേക്കും പുറത്ത് കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. വേഗം തന്നെ ആതിര റൂമിൽ നിന്ന് ഇറങ്ങി. ആതിരയുടെ പിന്നാലെ അവന്തികയും എത്തി. അർച്ചന കുഞ്ഞുമായി ഹാളിലേക്ക് എത്തിയതും അർച്ചന കയ്യിൽ നിന്ന് ആതിര കുഞ്ഞിനെ ഇങ്ങതാ എന്ന് പറഞ്ഞ് ബലമായി പിടിച്ചു വാങ്ങിച്ചു. കുഞ്ഞിനെ എടുത്തതും എന്തായാലും കൊള്ളാം, ഒരവസരം കിട്ടിയപ്പോ എന്റെ കുഞ്ഞിനെ തട്ടിയെടുത്തുകൊണ്ട് പോയല്ലോ. എന്നെ ബോധം കെടുത്തിയ വഴി എന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിന്റെ മറുപടി ഞാൻ പിന്നീട് തന്നോളാം. ഇനി മേലാൽ എന്റെ കുഞ്ഞിനെ തൊട്ടുപോകരുത് എന്ന് പറഞ്ഞ്, ഇനി എനിക്ക് വയ്യെങ്കിലും ഞാനിവിടെ ഇല്ലെങ്കിലും ഞാൻ മരിച്ചു പോയെങ്കിലും എന്റെ കുഞ്ഞിനെ ഇനി മേലാൽ എടുത്തു പോകരുതെന്ന് അർച്ചനയെ താക്കീത് ചെയ്തുകൊണ്ട് ആതിര കുഞ്ഞുമായി പോകുമ്പോ അതെല്ലാം കേട്ട് അവിടേക്ക് എത്തിയ സേതുമാധവൻ അർച്ചനയുടെ അരികിലേക്ക് എത്തി. മോളെ അർച്ചന, ആതിര പറഞ്ഞൊന്നും മോള് കാര്യമാക്കേണ്ടതില്ല. അറിയാവല്ലോ അർച്ചനയുടെ സ്വഭാവം, അതുകൊണ്ട് അതൊന്നും നീ കാര്യമാക്കേണ്ടതില്ല കേട്ടോ എന്ന് പറഞ്ഞ് അർച്ചനയെ ആശ്വസിപ്പിച്ചു. ഉടനെ അർച്ചന പറഞ്ഞു, ഇല്ലച്ചാ. അപ്പോഴേക്കും സന്ദീപ് എവിടെയെന്ന് സേതുമാധവൻ അന്വേഷിച്ചതും സന്ദീപ് ഇപ്പൊ ഇങ്ങെത്തും എന്ന് അർച്ചന മറുപടി നൽകി.
ആകെ വിഷമത്തോടെ ആതിരയുടെ വാക്കുകൾ കേട്ട് മനസ്സ് കയർന്നു നിൽക്കുന്ന അർച്ചനയുടെ അരികിലേക്ക് അവന്തിക എത്തിയിട്ട് പറഞ്ഞു, അതെ, ഇപ്പോഴത്തെ നിന്റെ ഈ അവസ്ഥയിൽ ഒരു പഞ്ച് ഡയലോഗ് അടിക്കണം എന്നാണ് സാധാരണ എൻ്റെ ഒരു സ്വഭാവം. എന്നാൽ ഇപ്പോ അതിന്റെ ആവശ്യമില്ല. മൊത്തത്തിൽ ഇങ്ങനെ തകർന്നു നിൽക്കുന്ന നിന്നെ ശവത്തിൽ കുത്തുന്നത് പോലെ ഇനി ഒരു ഡയലോഗ് കൂടെ പറയേണ്ട കാര്യമില്ലല്ലോ. ഞാനേ മുമ്പേ നിന്നോട് പറഞ്ഞതാണ്, ഇപ്പോഴും നിന്റെ ശത്രു, നിന്റെ നമ്പർ 1 ശത്രു ഈ ഞാനല്ല, ഈ അവന്തികയല്ല, മറിച്ച് നിന്റെ നമ്പർ 1 ശത്രു ഇപ്പോഴും പേര് പോലും ഇട്ടിട്ടില്ലാത്ത ആ കുഞ്ഞാണ്. അതാണ് നിന്റെ ശത്രു, നീ ഓർത്തോ എന്ന് പറഞ്ഞ് അവന്തിക അവിടെ നിന്ന് പോകുന്നു. അർച്ചന ആകെ തകർന്ന മനസ്സുമായി നേരെ റൂമിലേക്ക് എത്തി. കുഞ്ഞിനുള്ള മെഡിസിൻ പതിയെ കബോർഡിനുള്ളിലേക്ക് വെച്ച് അർച്ചന ഡോക്ടർ പറഞ്ഞ കാര്യം ഓർത്തു. കുഞ്ഞിന് ഒരിക്കലും ഈ മരുന്ന് മുടക്കരുതെന്നും കുഞ്ഞിനെ കൃത്യമായി തന്നെ മരുന്ന് കൊടുക്കുകയും കുഞ്ഞിനെ കൂടുതൽ കരച്ചിലുണ്ടായാൽ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്നുള്ള വാക്കുകൾ അർച്ചന ഓർമ്മിച്ചു. പിന്നീട് കാണുന്നത് ജയിലിൽ കിടക്കുന്ന ധനുഷിന്റെ കൂട്ടുതടവുകാരൻ ധനുഷോട് ചോദിച്ചു, മാഷ് എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല എന്ന് പറഞ്ഞ് ധനുഷ് അങ്ങനെ ഇരിക്കുമ്പോൾ ധനുഷിന്റെ അരികിലേക്ക് ജയിൽ വാർഡൻ എത്തിയിട്ട് പറഞ്ഞു, അതെ, നിന്നെ അവന്തിക മേഡം ഉടനെ വിളിക്കാനായി പറഞ്ഞിട്ടുണ്ട്. ഉടൻ തന്നെ നീ വിളിച്ച് മേഡത്തോട് സംസാരിച്ചിട്ട് എത്രയും വേഗം ഫോണിങ് തന്നേക്കണം. അധിക നേരം ഒന്നും സംസാരിച്ചിരിക്കരുത്, എന്റെ ജോലി പോകും എന്ന് പറഞ്ഞ് അയാൾ തന്റെ കുഞ്ഞു മൊബൈൽ ധനുഷിനെ ഏൽപ്പിച്ചു. ധനുഷ് അവന്തികയെ വിളിച്ചതും അവന്തിക കോൾ എടുത്ത ഉടനെ ഞാനാ ധനുഷ് എന്ന് ധനുഷ് മറുപടി പറഞ്ഞത് കേട്ട്, ഞാൻ നിന്നോടൊരു കാര്യം പറയാനായിരുന്നു നിന്നോട് വിളിക്കാൻ പറഞ്ഞത്. നമ്മുടെ വക്കീല് വിളിച്ചിരുന്നു, നിന്നെ ജാമ്യത്തിൽ ഇറക്കുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി 2 ദിവസം, 2 ദിവസത്തിനുള്ളിൽ നീ പുറത്തിറങ്ങിയിരിക്കും. എന്താ, ഞാനിത് പറഞ്ഞിട്ടും നിനക്ക് വിശ്വാസമാവുന്നില്ലേ? എന്റെ സ്നേഹത്തിലും നിന്നിലുള്ള എന്റെ വിശ്വാസത്തെയും നീ ഇപ്പോഴും അവിശ്വസിക്കുകയാണോ എന്ന് ചോദിച്ചതും ധനുഷ് പറഞ്ഞു, ഇല്ല, എനിക്ക് വിശ്വാസമാണ്. നീ ഇപ്പൊ പറഞ്ഞ ഈ വാക്ക് എനിക്ക് വിശ്വാസമാണ് എന്ന് ധനുഷ് അവന്തികയോട് പറഞ്ഞതും അവന്തിക പറഞ്ഞു, ശരി, എന്തായാലും നീ ഉടൻ തന്നെ പുറത്തിറങ്ങും. ഇപ്പോ നിനക്ക് എന്നെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടല്ലോ അല്ലെ എന്ന് പറഞ്ഞ് വീണ്ടും സംസാരിക്കാൻ തുടങ്ങിയതും അവന്തികയുടെ വാക്കുകൾ കേൾക്കാൻ നിൽക്കാതെ ധനുഷ് ഫോൺ കട്ട് ചെയ്തു. കോള് കട്ടായതിനു ശേഷം ധനുഷ് വേഗം സഹതടവുകാരൻ അരികിൽ വന്നിരുന്നതും അയാൾ ചോദിച്ചു, അല്ല, എന്താ മാഷെ എന്താ വലിയ ഗൗരവത്തിലാണല്ലോ എന്ന് പറഞ്ഞതും ധനുഷ് പറഞ്ഞു, 2 ദിവസത്തിനുള്ളിൽ ഞാൻ ഇവിടെ നിന്ന് പോകും. അപ്പോഴേക്കും അയാൾ ചോദിച്ചു, ആണോ? അപ്പൊ പിന്നെ എനിക്കാരാ മാഷെ കൂട്ടുള്ളത് എന്ന് ചോദിച്ചപ്പോ, ഞാൻ പോയി കഴിഞ്ഞാലും ഇതുപോലെ വേറൊരാൾ ഇവിടേക്ക് എത്തും, കാരണം അത്രത്തോളം കുറ്റകൃത്യങ്ങളാണല്ലോ പുറത്ത് നടക്കുന്നത് എന്ന് പറഞ്ഞതും അയാൾ ചോദിച്ചു, അല്ല മാഷ് എന്തിനാ അകത്തായത് എന്ന് ചോദിച്ചതും ധനുഷ് അയാളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. പിന്നീട് നെല്ലിശ്ശേരിയില് ഗാർഡനിൽ തനിച്ചു വന്നിരിക്കുകയാണ് അർച്ചന. അർച്ചനയുടെ മനസ്സിനെ മുഴുവൻ അലട്ടിയത് ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടർ പറഞ്ഞ വാക്കുകളായിരുന്നു. കുഞ്ഞിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് ആകെ വിഷമത്തോടെ അത് തന്നെ ആലോചിച്ചിരിക്കുമ്പോൾ സച്ചി അവിടേക്ക് എത്തി. ആഹാ, ഇവിടെ വന്നിരിക്കുകയാണോ എന്ന് ചോദിച്ച് അർച്ചനയുടെ അരികിലേക്ക് സച്ചി വന്നിരുന്നു. അത് ശരി, രാത്രിയിൽ ഇവിടെ തനിച്ചു വന്നിരുന്ന് ഈ രാത്രിയിൽ സ്വപ്നം കാണുകയാണല്ലേ എന്ന് ചോദിച്ചപ്പോ അർച്ചന ചെറിയൊരു പുഞ്ചിരി സമ്മാനിച്ച് സച്ചിയെ നോക്കി. എനിക്ക് മനസ്സിലായി ഈ ആലോചനയ്ക്ക് കാരണം എന്താണ് എന്ന് സച്ചി അർച്ചനയുടെ കയ്യിൽ പിടിച്ചു പറയുമ്പോൾ ഞെട്ടലോടെ അർച്ചന സച്ചിയെ നോക്കുന്നു.